നന്നായിരുന്നു. വിനയ് നന്നായിട്ടുണ്ട്, ലിജിമോൾ, പിന്നെ അതിൽ വർക്ക് ചെയ്ത എല്ലാവരും നന്നായിരുന്നു. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്, ഫാമിലീസിനൊക്കെ ഇഷ്ടപ്പെടും. നന്നായിരുന്നു. ഗംഭീരമുണ്ട്. നല്ല ഇമോഷനാണ് ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ. ഫസ്റ്റ് ഹാഫും ഒക്കെ നല്ലതായിട്ട് ചിരിപ്പിച്ച് പോകും. എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആണ് വിനയ് ഫോർട്ടിൻ്റെ എല്ലാവരുടെയും, ഷെറഫിൻ്റെ എല്ലാവരുടെയും. ഗംഭീര സിനിമ. നല്ല പടം. വിനയ് ഫോർട്ടും ഷർഫും എല്ലാവരും നന്നായിട്ടുണ്ട്. നല്ല സിനിമ. പടം നല്ലായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. നല്ല നല്ല ഒരു സാധാരണക്കാരുടെ കഥയാണ്, പക്ഷെ പിന്നേട്ടൻ തകർത്ത് പെർഫോം. എല്ലാവരും കാണാം. പടം കാണേണ്ട പടം തന്നെയാണ്. നന്നായിട്ടുണ്ട്. വിനയ് ഫോർട്ടൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാം. സിനിമ നല്ല സിനിമയായിരുന്നു. എല്ലാവരും പോയി കാണണം. നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആണ്. പിന്നെ നല്ല എൻഗേജിങ് മൂവിയാണ്. എല്ലാവർക്കും നല്ലതായിട്ട് ഇമോഷണലി കണക്റ്റ് ആവും. നല്ല കോൺസെപ്റ്റ് ഉണ്ട്. പുതിയൊരു കോൺസെപ്റ്റാണ്. നമ്മളധികം അത്ര വർക്ക് ചെയ്തിട്ടില്ലാത്തൊരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവർക്കും മൂവി നന്നായിട്ട് ഇഷ്ടപ്പെടും. മൂവി അടിപൊളിയാണ്. എനിക്കൊന്ന് ഫാമിലി ഓഡിയൻസിന് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും. എന്നത്തെ പോലെ വിനയേട്ടൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. വിനയേട്ടൻ മാത്രമല്ല, ലിജോമോളാണെങ്കിലും പ്രേമതയാണെങ്കിലും ഷർഫുദ്ദീൻ ആണെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡയറക്ഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ അതിഗംഭീരമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾ ടീമിന് ഒരു ഹാൻഡ്സ് ഓഫ്. സിനിമ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. പിന്നെ ഞാനിതിൽ അഭിനയിച്ചതുകൊണ്ട് ഞാൻ ഒരു കൂടുതലായി പറയുന്നത് ശരിയല്ല. എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് കാണണം എന്നൊരു വിനീതമായ അപേക്ഷയുണ്ട്. എന്തായാലും ഇഷ്ടപ്പെടും. രസമുള്ള പരിപാടി. പണ്ടത്തെ ശ്രീനിവാസൻ മുകേഷ് പടമൊക്കെ കാണുന്നൊരു സന്തോഷം. അങ്ങനെ ഒരു പടം ഭയങ്കര ആവശ്യമാണ്. അടിപൊളിയാവട്ടെ. ഭയങ്കര ഇമോഷണലൊക്കെ അവസാനം എല്ലാ നല്ലൊരു ഫാമിലി ഓഡിയൻസിന് പറ്റിയ നല്ലൊരു മൂവിയാണ്. പിന്നെ വിനയ് ഫോർട്ട്, ഷർഫുദ്ദീൻ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാവരും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ഇമോഷണലി ഭയങ്കര കണക്ഷനാണ്. പിന്നെ വിനയ് ചേട്ടൻ ആസ് യൂഷ്വൽ അടിപൊളി. സിനിമ കണ്ടിറങ്ങുമ്പോൾ ഞാൻ അമ്മേനോട് ചോദിച്ചു, അമ്മയുടെ മോള് തന്നെയാണോ ഞാൻ? അത് ഫോട്ടോസ്റ്റാറ്റാണ്, അതുകൊണ്ട് എന്നെ ഒരിക്കലും അമ്മേനെ കൂടെ കാണിച്ചില്ല. പിന്നെ വേറൊരു ജോണർ അടിപൊളിയായിട്ട്. വിനയന്റെ അഭിനയം ഭയങ്കര ഇഷ്ടമായി. ശരിക്കും കാസർഗോഡ് കാഞ്ഞങ്ങാട് ആ ഇതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട്. കാസർഗോഡ് ആ ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമായി. അവിടുത്തെ ഒരാളെ പോലെ തോന്നി. മൂവി എങ്ങനെ ഉണ്ടായി? മൂവി വളരെ നല്ല മൂവിയാണ്. വ്യത്യസ്തമായ സംശയം. ആക്ച്വലി ഫസ്റ്റ് ഹാഫ് നമ്മൾ ഫുള്ള് എന്താ പറയുക, ഇൻട്രിഗിങ് ആയിട്ടിങ്ങനെ നിൽക്കും. അയ്യോ ഇതെന്തേ നടക്കണേ. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ കുറച്ചും കൂടി ഇമോഷണൽ നല്ലൊരു ജേണിയാണ്. അത് എല്ലാവരും ഒരു മസ്റ്റ് വാച്ച് ഒരു മൂവിയാണ്. എല്ലാവരും കാണണം. പോരാത്തതിന് വിനയ് ഫോർട്ടിൻ്റെയും ലിജോമോളുടെയും ഷർഫുക്കയുടെയും എല്ലാവരുടെയും നല്ല പെർഫോമൻസാണ്. എല്ലാവരും കാണണം. ഇറ്റ്സ് ആൻ ഇമോഷണൽ ജേർണി. ഫുൾ ഓൺ നമ്മൾ എൻജോയ് ചെയ്തു. നല്ലതായിരുന്നു. നല്ലൊരു മൂവിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു തീമാണ്, പക്ഷേ 2.5 hours നമ്മളെ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യിക്കുന്ന നല്ല ഇമോഷൻസ് ഉള്ള നല്ലൊരു ത്രെട്ടാണ്. നല്ല മൂവിയാണ്. ഡയറക്ഷൻ ആണെങ്കിലും എല്ലാവരുടെ ആക്ടിങ് വൈസ് ആണെങ്കിലും വളരെ മിനിമലായി ആണെങ്കിൽ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. പുള്ളി ലുക്കിലൊക്കെ കുറച്ച് വേരിയേഷൻസ് കൊടുത്ത് പൊതുവേ കാണുന്ന ക്യാരക്ടർ പുള്ളി എപ്പോഴും വേരിയേഷൻസ് ആണ് ചെയ്യാറ്. സെയിം ടൈം കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സിനിമയുടെ സിംപ്ലിസിറ്റിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എനിക്കിപ്പം ഞാൻ റിലാക്സ് ചെയ്യാൻ വേണ്ടി സിനിമ കാണാൻ വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ നല്ല റിലാക്സായി ഹാപ്പിയായി സാറ്റിസ്ഫൈഡാണ്. നല്ല ഫിലിമായിരുന്നു. ഇമോഷണലി ഭയങ്കരമായിട്ട് ശരിക്കും പറഞ്ഞാൽ കണക്ട് ചെയ്തു. സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ചെറുതായിട്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു പടം. ഫസ്റ്റ് ഹാഫ് കോമഡിയാന്ന് കേട്ടോ. അപ്പോൾ കോമഡി നന്നായിട്ട് എൻജോയ് ചെയ്തു. കോമഡി എന്ന് വെച്ചാൽ അതാണ് ഒരു ഫണ്ണിൽ പോകുന്നൊരു പരിപാടിയാണ്. ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫ് എങ്ങനെയാണ് പോകുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നമുക്കൊരു തമാശപ്പടം പോലെയൊക്കെ തോന്നും. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ അതിൽ ഇമോഷണൽ പരിപാടികൾ കണക്ട് ആയിട്ടുണ്ട്. പിന്നെ ഫാമിലിക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളവർക്ക് അത് ഭയങ്കരമായിട്ട് കണക്ട് ആവാൻ സാധ്യതയുണ്ട്. സിനിമ കണ്ട് ശേഷം ഏതെങ്കിലും സംശയം ഉണ്ടായോ? അയ്യോ ഇല്ല, എനിക്കിതുവരെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാവും, ഇനി സംശയം ഉണ്ടാവും അറിയില്ല. ഓക്കെ, താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് പെർഫോമൻസ്
അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ഒരു ഇമോഷണൽ റൈഡ് തന്നെയാണ്. ലൈക്ക് സ്റ്റാർട്ടിങ് ഫ്രം ഇറ്റ്സ് ഓൾ ഫൺ ആൻഡ് ദെൻ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേക്കും ഗ്രാഫ് തന്നെ ഭയങ്കരമായിട്ട് മാറുന്നൊരു മൂവി. എനിക്ക് ഐ എൻജോയ് ഇറ്റ്. അടിപൊളി. ഞാൻ വിനയ് ചേട്ടൻ അങ്ങനത്തെ ഒരു ലൈക്ക് ഹീസ് എല്ലാ മൂവിയിലും ഇങ്ങനെ വേറെ വേറെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണല്ലോ ചെയ്തത്. ഇത് ഞാൻ തീരെ അങ്ങനത്തെ ഒരു സംഭവമേ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഐ ലവ്ഡ് ഇറ്റ്. പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് ഭയങ്കര ഞാൻ കഴിഞ്ഞ നേരെ പുള്ളിക്കാരുടെ പോയി പറയുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല മൂവിയാ. സംശയം ആദ്യം സംശയം എന്ന് കേട്ടപ്പോൾ ലൈക്ക് എന്താണ് സംശയത്തിൽ എന്താണ് അവർ പറയാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഫാമിലിക്കൊക്കെ കണക്റ്റ് ആവുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരുടെ ഒരു റിലേഷൻഷിപ്പിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ നന്നായിട്ട് ഹേർട്ട് ടച്ചിങ് ആയിട്ട് ക്ലൈമാക്സ് ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇമോഷണലി ആയത് ലൈക്ക് ക്ലൈമാക്സ് സീനിലാണ്. ഒരു അങ്ങനെയുള്ളൊരു സീനാണ്. കണ്ടായിരുന്നു മൂവി? ഇല്ലല്ലോ. ഓക്കെ. അപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു 16th റിലീസ് ആവുന്നത്. അപ്പോൾ എല്ലാവരും കാണുമോ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. മൂവി നല്ല മൂവിയാണ്. എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. വിനയ് ചേട്ടൻ, ഷറഫുക്ക, ലിജോ മോൾ എല്ലാവരും, പ്രേമത എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. ഒത്തിരി ഇമോഷൻസ് ഉള്ളൊരു മൂവിയാണ്. ഒത്തിരി തമാശകളുള്ളൊരു സിനിമയാണ്. എന്താ പറയുക, നമ്മുടെ ഫാമിലി ഡ്രാമയാണ്. നമ്മുടെ പേരൻസിനൊക്കെ ഒരുപാട് കണക്റ്റ് ആകുമ്പോൾ ഒത്തിരി ഇമോഷൻസ് ഉള്ള പടമാണ്. ക്ലൈമാക്സ് ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. നല്ല രസമുണ്ട്. നല്ല മൂവിയാണ്. ലക്ഷ്മി പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്. സംശയം നല്ല ഫിലിമാണ്. ഫാമിലി ആയിട്ട് കാണണം എന്തായാലും. ഭയങ്കര ടച്ചിങ് ആണ്. ഒത്തിരി കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട് അതിൽ. ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് ഈ ഫിലിം. സോ പ്ലീസ് ഗോ വാച്ച് ഇറ്റ്. ഐ ലവ് ഇറ്റ്. എല്ലാ പെർഫോമൻസും അടിപൊളിയാണ്. എല്ലാ ആക്ടേഴ്സ്, ഓൾ മെയിൻ ആക്ടേഴ്സ്, സെക്കൻഡ് റോൾസ് എല്ലാവരും. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നന്നായി എൻജോയ് ചെയ്തു. എൻ്റെ ചിരി കണ്ടില്ലേ? നല്ല സിനിമയാണ്. ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. ഓരോരുത്തർക്കും ഓരോന്നല്ലേ. എനിക്കെല്ലാം ഇഷ്ടമായി. എസ്പെഷ്യലി വിനയുടെ പെർഫോമൻസ്. വിനയ് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. കോമഡി അല്ല, അതൊരു ഫീൽ ഗുഡ് ജാണറിലുള്ള സിനിമയാണ്. ഒരു കുഞ്ഞ് വലിയ സംശയത്തിന് കഥ പറയുന്ന സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കണ്ട് ആസ്വദിക്കണം. എല്ലാവരും നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. കണ്ടു മാറ്റി. നല്ല അടിപൊളി സിനിമയായിരുന്നു. നല്ല ക്യൂട്ട് സബ്ജക്റ്റ് ആയിരുന്നു. സിനിമ കണ്ടിട്ട് ആക്ച്വലി എനിക്ക് ഒത്തിരി ഐ ഫീൽ വെരി നൈസ്. നല്ല സബ്ജക്റ്റ്, നല്ല രസമായിട്ട് നമുക്കത് ലൈക്ക് അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് യു വിൽ ഒബ്വിയസ്ലി എൻജോയ് ഇറ്റ്. പ്രേക്ഷകർക്ക് എന്തായാലും അത് എൻജോയ് ചെയ്യാൻ പറ്റും. വളരെ ക്യൂട്ടായിട്ടൊരു സിനിമയാണ്. താങ്ക് യു. നല്ല സിനിമ നമ്മളൊരു സമയത്തൊരു 90s അല്ലെങ്കിൽ ആ സമയങ്ങളൊക്കെ സത്യൻ തിക്കാട് സാറിൻ്റെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഇരട്ട കുട്ടികളുടെ അച്ഛൻ എന്നൊക്കെ സിനിമയെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനൊരു സിനിമ, ഇത്തരത്തിലുള്ള സിനിമകളുടെ എണ്ണം കുറച്ച് കുറവായെന്ന് തോന്നി. ഇപ്പം അടുത്ത ആഴ്ച തന്നെ ഈ 12 പടം റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെയൊക്കെ കുറിച്ചൊക്കെ ഞാനും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ അതൊന്നും അല്ലാതെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഉള്ളൊരു വളരെ ജീവിതഗന്ധിയായിട്ടുള്ള ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സിനിമ. ഇമോഷണൽ സീക്വൻസുകൾ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഇപ്പം സിനിമയുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളെന്ന നിലയ്ക്ക് പലപ്പോഴും നമ്മളുടെ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഈ ഇമോഷണൽ കണക്റ്റ് എവിടെ കിട്ടുന്നുള്ള കൺഫ്യൂഷനാണ് നമുക്കുള്ളത്. ഫിലിം കഥ കേൾക്കുമ്പോഴൊക്കെ നമ്മളും ധാരാളം കഥകൾ കേൾക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മളെപ്പോഴും ടെൻഷൻ ആവാറ് ഇത് എങ്ങനെയെങ്കിലും പ്രേക്ഷകരായിട്ട് അങ്ങനെ കണക്റ്റ് ആവുന്നതാണ് നമ്മുടെ മെയിൻ കൺസേൺ. ആ നിലയ്ക്ക് ഇത് വളരെ പെട്ടെന്ന് നോർമൽ വലിയൊരു ശതമാനം സാധാരണക്കാർക്കും വളരെ പെട്ടെന്ന് കണക്റ്റ് ആവുന്ന, എന്നാൽ വളരെ ഫ്രഷ് ആയിട്ടുള്ള പുതിയ ഇൻഫർമേഷൻ ഉള്ളൊരു സിനിമയാണ്. സോ ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാവണം. ഈ സിനിമ പ്രേക്ഷകരെല്ലാം പോയി കാണണം. കൊച്ചു സിനിമ, അപ്പോൾ ഇങ്ങനത്തെ സിനിമകൾ വിജയിപ്പിക്കണം. അപ്പോൾ ധാരാളം സിനിമകൾ ഇതുപോലത്തെ കൂടുതൽ സിനിമകൾ ഉണ്ടാവും. സോ ഹാവ് എ ഗുഡ് മസ്റ്റ് വാച്ച് ഫിലിം. പടം നൈസ്. നല്ല പടമായിരുന്നു. അടിപൊളിയാണ്. അല്ല, എനിക്ക് തോന്നുന്നു കുറേ ഗ്യാപ്പിന് ശേഷമാണ്. ഭയങ്കര സ്ട്രോങ് സ്ക്രിപ്റ്റാണ്. അതാണ് എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റ് ഭയങ്കര എഴുത്ത്, അത് നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിക്കണ സമയത്ത് നമുക്കിതിൻ്റെ എഴുത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നി. രാജേഷ് രവിയുടെ ആർക്കറിയാൻ പുള്ളിയാണല്ലോ എഴുതിയത്. രാജേഷ് രവിയുടെ എഴുത്ത് ഭയങ്കര സ്ട്രോങ് ആണ്. അതാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ ഭയങ്കര ബലം അല്ലെങ്കിൽ നട്ടല് എന്ന് പറയുന്നത് എഴുത്താണ്. അത് എനിക്ക് കുറേ കാലമായിട്ട് നമുക്കിവിടെ മലയാളത്തിൽ മിസ് ചെയ്ത് വരുന്നൊരു പരിപാടിയും കൂടെയാണ്. അത് ഭയങ്കര രസമായിട്ട് പ്ലേസ് ചെയ്താണ്. രസമുണ്ട്. നല്ല പരിപാടിയാണ്. സിനിമ ഇപ്പം നമ്മൾ കുറേ തവണ കണ്ടിട്ടാണ് മ്യൂസിക് ചെയ്യുന്നത്. സിനിമ നല്ല സിനിമയായിരിക്കും. എല്ലാവരും 16-ന് വന്ന് തിയേറ്ററിൽ തന്നെ സിനിമ കാണുക. വിനയ് ചേട്ടനും പ്രിയമത, ലിജോ മോള്, ഷറഫ്ക എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു സിനിമ, നല്ലൊരു ഫാമിലി എൻ്റർടൈനർ ആയിരിക്കും സിനിമ. എല്ലാവരും വന്ന് കാണുക.
പെർഫോമൻസസിനെ സപ്പോർട്ട് ചെയ്യുന്ന മ്യൂസിക്കാണ് സിനിമയിലുള്ളത്. അങ്ങനെ ഒരു മ്യൂസിക്കൽ ഫിലിം ഒന്നുമല്ല. പക്ഷേ അത് ഡെഫിനറ്റ്ലി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും, നമുക്കൊരു റീകോൾ ഉണ്ടാവും. കണ്ടിട്ട് പോകുമ്പോൾ ഒരു മ്യൂസിക്കൽ പരിപാടി നമുക്ക് മനസ്സിൽ കിട്ടും. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. ഈ എന്താ പറയുക, ഒരു ചെറിയ സിനിമയാണ്, ആ സിനിമയെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ രാജേഷിൻ്റെ ഫസ്റ്റ് ഡയറക്ഷനിലുള്ള ഫിലിമാണ്, സുരാജേട്ടൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷനിലുള്ള പടമാണ്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കൂടെ ഒരു നല്ലൊരു റൈറ്ററാണ് രാജേഷേട്ടൻ. അപ്പം പുള്ളി എഴുതിയ സിനിമയാണ്. എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണണം. താങ്ക് യു. തീർച്ചയായിട്ടും അത് ബാക്കി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പം നമുക്ക് ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല. ഇപ്പം കാണുന്ന ആളുകൾക്ക് വർക്കായി, അല്ലെങ്കിൽ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് 16-ാം തീയതി സിനിമ റിലീസാണ്. അപ്പോൾ തിയേറ്ററിൽ കൂടുതൽ ആളുകൾ എത്തട്ടെ, സിനിമ സ്വീകരിക്കട്ടെ. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള ആളുകൾ നന്നായി മൂവ് ചെയ്യുന്ന ഒരു ഫീൽ ഗുഡ് കോമഡി എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പോൾ ആളുകൾ തിയേറ്ററിൽ ഒന്ന് കണ്ടേ. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ കണ്ട എല്ലാ ആളുകൾക്കും വർക്കായി. 16-ാം തീയതി മുതൽ തിയേറ്ററിൽ സിനിമ റിലീസാകുകയാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ ഏറ്റവും അടുത്ത ദിവസങ്ങളൊന്ന് കാണും. താങ്ക് യു. അതെ, അത് ഓൾറെഡി നമുക്കറിയായിരുന്നു. കാര്യം എന്താണെന്നറിയോ, ഇത് നമ്മളുടെ മലയാളത്തിൻ്റെ കോണ്ടന്റ് ഓറിയൻറ്റഡ് സിനിമകളിൽ പെടുന്നതാണ്. അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം ഒരു കോമൺ മാൻ്റെ ഇമോഷനുമാണ്. നമുക്ക് എവിടെയോ നമ്മുടെ അച്ഛനെയും അമ്മേനെയും നമ്മുടെ അനിയനെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഏരിയയിൽ കണ്ണ് നിറഞ്ഞിരിക്കും. പറയാനുള്ള മെയ് 16-ാം തീയതി പടം റിലീസാകണം. എത്രയും പെട്ടെന്ന് പടം കാണുക. ഇതൊരു ഒരു നല്ല സിനിമ പ്രതീക്ഷിച്ച് പോയാൽ മതി. ഇപ്പോൾ നമ്മൾ സിനിമ കാണാൻ പോകുന്ന ഒരു നല്ല സിനിമ കാണാൻ വേണ്ടിയിട്ടാണല്ലോ, അല്ലാണ്ട് നമ്മളൊരു ജോൺ റേഞ്ച് ചെയ്തിട്ട് പോകേണ്ട കാര്യമില്ല. പിന്നെ ഒട്ടുമിക്ക ആളുകളെയും മറ്റേ കേറ്റർ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി ഫീൽ ചെയ്യുന്ന സിനിമ തന്നെയാണ്. ഫാമിലി ഫീൽ ഗുഡ് എന്റർടൈനർ എന്ന് പറയാം. ഹായ്, വളരെയധികം സന്തോഷം. ഞാൻ ഇന്നാണ് ഫുള്ളായിട്ട് ബിഗ് സ്ക്രീനിൽ കാണുന്നത് പടം. അപ്പോൾ നമ്മൾ ഇങ്ങനെ എത്രയും കുറച്ച് ദിവസം വർക്ക് ചെയ്തൊരു വർക്ക് സ്ക്രീനിൽ കാണുമ്പോൾ, ഇത്ര ആൾക്കാരൊപ്പം കാണുമ്പോൾ വളരെയധികം സന്തോഷം. നിങ്ങളെല്ലാവരും May 16 പോയി പടം കാണണം. ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് പോയി കാണണം. എല്ലാവർക്കും വർക്ക് ആവുന്ന ഒരു പടമാണ്. സന്തോഷം. ഇത്രയും ആഗ്രഹിച്ചൊരു കാര്യമാണ് സിനിമ. അപ്പോൾ വളരെയധികം സന്തോഷമാണ്. താങ്ക് യു. പടം കാണണം. ഒരു സിനിമയുടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ തന്നെ ഉണ്ടാവുള്ളൂ. ആൻഡ് വരണം, നമ്മുടെ കൊച്ചു കൊച്ചു സിനിമകളൊക്കെ സപ്പോർട്ട് ചെയ്യണം. ആൻഡ് നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറയണം, എന്തൊക്കെ ഞങ്ങൾക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു കൂടി പറയണം. ആൻഡ് ബട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതെ, ഒരു ഇമോഷണൽ ജേണിയാണ് ഈ സിനിമ. അത് നിങ്ങൾ കണ്ടിരുന്നു, പടം കണ്ടിരുന്നു. നിങ്ങളെല്ലാവരും 16-ാം തീയതി കാണണം, എന്നിട്ട് പറയണം. അത് നിങ്ങൾ പ്രേക്ഷകർ പടം കണ്ടിട്ട് തീരുമാനിക്കട്ടെ. പടം ഒരു ചെറിയൊരു സംശയത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു ജേണിയാണ്. അപ്പം അത് നിങ്ങൾ പടം കണ്ടിട്ട് തീരുമാനിക്കും. അതെ, എൻ്റെ സംശയം തീർന്നു. എൻ്റെ ആകെ സംശയം നിങ്ങളെല്ലാവരും പോയി തിയേറ്ററിൽ പടം കാണില്ലേ എന്ന് മാത്രമേ ഉള്ളൂ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.